കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, മഴയിൽ തിളങ്ങുന്ന വയലുകൾ എന്നിവയ്ക്കിടയിൽ ഒരു ചെറിയ വീട് നിന്നിരുന്നു. ആ വീട്ടിൽ താമസിച്ചിരുന്നത് 10 വയസ്സുകാരനായ അർജുൻ എന്ന ബാലനായിരുന്നു. അർജുൻ ഒറ്റപ്പെട്ടവനായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും കർഷകരായിരുന്നു. എപ്പോഴും വയലിലെ പണിയിൽ മുഴുകി അർജുനോട് സംസാരിക്കാൻ അവർക്ക് സമയം കുറവായിരുന്നു. ഒരു വർഷം മുമ്പ് അർജുന്റെ അനുജനെ ഒരു രോഗം കവർന്നെടുത്തിരുന്നു. ആ ദുഃഖം വീടിനെ മൗനത്തിൽ മുക്കി അർജുന്റെ ഹൃദയത്തെ ഏകാന്തതയുടെ ആഴത്തിലേക്ക് തള്ളിയിട്ടു. സ്കൂളിൽ മറ്റു കുട്ടികൾ അവനെ കളിയാക്കി മിണ്ടാത്ത മരം എന്ന് വിളിച്ചു. അവന്റെ ഏക ആശ്വാസം വീട്ടുമുറ്റത്തെ വലിയ മാവിന്റെ തണലിലിരുന്ന് പഴയ പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് മൃഗങ്ങളുടെ കഥകളിൽ മുഴുകുകയായിരുന്നു. ഒരു മഴക്കാല സന്ധ്യയിൽ മഴ നനഞ്ഞ മണ്ണിന്റെ ഗന്ധം വായുവിൽ നിറഞ്ഞപ്പോൾ അർജുൻ കോഴിക്കൂടിനടുത്ത് ഒരു ശബ്ദം കേട്ടു. അവൻ ശ്രദ്ധിച്ചപ്പോൾ കോഴിക്കൂടിനു പിന്നിൽ നനഞ്ഞുവിറച്ച് ചെളിയിൽ പുരണ്ട ഒരു തെരുവുനായ ഇരിക്കുന്നത് കണ്ടു. നായയുടെ തവിട്ടുനിറമുള്ള കോട്ട് പഴകിയതും കണ്ണുകൾ ഭയവും വിശപ്പും നിറഞ്ഞതുമായിരുന്നു. അതിന്റെ വലതു ചെവിയിൽ ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു. പിന്നെ ഒരു പഴയ തുണിക്കഷണം കഴുത്തിൽ കെട്ടിയിരുന്നു, ആരോ ഉപേക്ഷിച്ചതിന്റെ അടയാളം പോലെ. അർജുൻ ആദ്യം പേടിച്ചു. തെരുവുനായ്ക്കൾ കടിക്കുമെന്ന് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നായ അവനെ നോക്കി വാലാട്ടി. കണ്ണുകളിൽ ഒരപേക്ഷ തോന്നി. അർജുന്റെ ഹൃദയമലിഞ്ഞു. അവന്റെ അനുജന്റെ കണ്ണുകളിൽ അവസാനമായി കണ്ട ആ ദയനീയ ഭാവം അവന് ഓർമ്മ വന്നു. അന്ന് രാത്രി അച്ഛനും അമ്മയും ഉറങ്ങിയപ്പോൾ അർജുൻ അടുക്കളയിൽ നിന്ന് ഒരു ചപ്പാത്തിയും കുറച്ചു പാലുമെടുത്ത് നായയ്ക്ക് നൽകി. നായ അത് ആർത്തിയോടെ തിന്നു. പിന്നെ അർജുന്റെ കൈ പതുക്കെ നക്കി. "നിനക്ക് ആരുമില്ല അല്ലേ?" അർജുൻ മന്ത്രിച്ചു. അവൻ നായയെ കുഞ്ഞു എന്ന് വിളിച്ചു. കാരണം അത് ചെറുതും അനുജനെ ഓർമ്മിപ്പിക്കുന്നതുമായിരുന്നു. അങ്ങനെ ഒരു രഹസ്യ സൗഹൃദം തുടങ്ങി. ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ അർജുൻ കുഞ്ഞുവിന് ഭക്ഷണം കൊണ്ടുവന്നു. കുഞ്ഞു അവന്റെ അരികിലിരുന്നു. അവൻ പുസ്തകത്തിൽ നിന്ന് കഥകൾ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നതുപോലെ വാലാട്ടി. ചില ദിവസങ്ങളിൽ അർജുൻ അനുജനെക്കുറിച്ച് കുഞ്ഞുവിനോട് പറയും. "അവനും നിന്നെ ഇഷ്ടപ്പെട്ടേനെ" എന്ന് കണ്ണീര് നിറഞ്ഞു പറയും. കുഞ്ഞു അവന്റെ തല അതിന്റെ മൂക്കുകൊണ്ട് തലോടും, അവന്റെ ദുഃഖം പങ്കിടുന്നതുപോലെ. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു അയൽക്കാരൻ കുഞ്ഞുവിനെ കണ്ടു. "ഈ തെരുവുനായ ഇവിടെ കറങ്ങുന്നത് ശരിയല്ല. മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥനെ വിളിക്കണം," അവൻ അർജുന്റെ അച്ഛനോട് പറഞ്ഞു. അർജുൻ അത് കേട്ടു ഭയന്നു. കുഞ്ഞുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയാൽ അവന് വീണ്ടും ഒറ്റപ്പെടേണ്ടിവരും. അവന്റെ ഹൃദയം തകർന്നു. അനുജനെ നഷ്ടപ്പെട്ട ആ ദിവസം ഓർമ്മ വന്നു. "ഞാൻ നിന്നെ വിടില്ല കുഞ്ഞു," അവൻ സ്വയം പ്രതിജ്ഞ ചെയ്തു. അന്ന് രാത്രി അർജുൻ ഒരു ചെറിയ സഞ്ചിയിൽ ഭക്ഷണം, വെള്ളം, അനുജന്റെ പഴയ ഒരു കളിപ്പാട്ടം എന്നിവ എടുത്തു. കുഞ്ഞുവിനെ വിളിച്ച് അവർ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള കാവുകൾക്കിടയിലുള്ള ഒരു ചെറിയ കാട്ടിലേക്ക് ഓട്ടി. കാട്ടിൽ മഴക്കാലത്തിന്റെ പശിമയിൽ പുല്ലും ഇലകളും നനഞ്ഞിരുന്നു. തെങ്ങോലകൾ കാറ്റിലാടി, ചീവീടുകളുടെ ശബ്ദം നിറഞ്ഞു. അർജുൻ കുഞ്ഞുവിനോട് പറഞ്ഞു, "നിന്നെ ആരും പിടിക്കില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കാം." കുഞ്ഞു അവന്റെ അടുത്ത് ചേർന്ന് നടന്നു. അതിന്റെ കണ്ണുകളിൽ ഒരു വിശ്വാസം തിളങ്ങി. അവർ ഒരു പഴയ കല്ലുക്ഷേത്രത്തിന് സമീപം ഒരു വലിയ മരത്തിന്റെ തണലിൽ താമസിച്ചു. അവിടെ അർജുൻ കുഞ്ഞുവിന് അനുജന്റെ കളിപ്പാട്ടം, ഒരു ചെറിയ തുണി പന്ത് കാണിച്ചു. ഇത് അവന്റെ പ്രിയപ്പെട്ടതായിരുന്നു. അവൻ കരഞ്ഞു. കുഞ്ഞു പന്ത് മണത്തു. പിന്നെ അതിനെ പതുക്കെ തലോടി, അർജുന്റെ വേദന മനസ്സിലാക്കുന്നതുപോലെ. അടുത്ത ദിവസം ഉദ്യോഗസ്ഥനും ഗ്രാമവാസികളും കുഞ്ഞുവിനെ തിരയാൻ കാട്ടിലേക്ക് വന്നു. അർജുന്റെ അച്ഛൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. "അർജുൻ എവിടെ?" എന്ന് ആകുലതയോടെ ചോദിച്ചു. അർജുൻ ഭയന്നു. പക്ഷേ കുഞ്ഞു മിടുക്കനായിരുന്നു. അവൻ അർജുന്റെ കൈ പതുക്കെ കടിച്ച് ഒരു ഇടുങ്ങിയ പാതയിലൂടെ ഓടാൻ തുടങ്ങി. അവർ ഒരു ചെറിയ കുന്നിന്റെ മുകളിൽ ഇലകൾ മറച്ച ഒരു ഗുഹയിൽ ഒളിച്ചു. ഗുഹയിൽ അർജുൻ കുഞ്ഞുവിനെ കെട്ടിപ്പിടിച്ചു. "നിന്നെ ഞാൻ വിടില്ല, നീ എന്റെ ഒരേയൊരു സുഹൃത്താണ്," അവൻ കരഞ്ഞു. കുഞ്ഞു അവന്റെ മുഖം നക്കി അവന്റെ ഭയം കുറച്ചു. അവിടെ അർജുൻ കുഞ്ഞുവിനോട് തന്റെ ഏറ്റവും വലിയ വേദന പങ്കുവച്ചു. "അനുജൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. പക്ഷേ നിന്നെ കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരു കുടുംബമുണ്ടെന്ന് തോന്നി." കുഞ്ഞു അവന്റെ തല അതിന്റെ ശരീരത്തിൽ ചേർത്ത് ഒരു നിശബ്ദ വാഗ്ദാനം നൽകി. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ കുഞ്ഞുവിനുവേണ്ടി ഭക്ഷണം കണ്ടെത്താൻ കാട്ടിലലഞ്ഞു. ഒരു ദിവസം അവൻ ഒരു പുഴയ്ക്കരികിലെത്തി. മഴക്കാലത്തിന്റെ ശക്തമായ ഒഴുക്ക് പുഴയെ അപകടകരമാക്കിയിരുന്നു. അർജുൻ ഒരു പഴയ മരപ്പാലത്തിലൂടെ കടക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുവഴുതി അവൻ പുഴയിലേക്ക് വീണു. ഒഴുക്ക് അവനെ വലിച്ചുകൊണ്ടുപോയി. "കുഞ്ഞു!" അർജുൻ നിലവിളിച്ചു. പക്ഷേ വെള്ളം അവന്റെ ശബ്ദം മുക്കി. കുഞ്ഞു പുഴയ്ക്കരികിൽ ഓട്ടി അർജുന്റെ ശബ്ദം പിന്തുടർന്നു. ഒരു വലിയ പാറയിൽ അർജുൻ പിടിച്ചു നിന്നിരുന്നു. പക്ഷേ അവന്റെ കൈകൾ ക്ഷീണിച്ചു. കുഞ്ഞു ധൈര്യത്തോടെ പുഴയിലേക്ക് ചാടി അർജുന്റെ ഷർട്ട് പല്ലുകൾ കൊണ്ട് പിടിച്ച് അവനെ കരയിലേക്ക് വലിച്ചു. തണുത്തുവിറച്ച് അർജുൻ കുഞ്ഞുവിനെ കെട്ടിപ്പിടിച്ചു.
നീ എന്റെ ജീവൻ രക്ഷിച്ചു കുഞ്ഞു. നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല, അവൻ കരഞ്ഞു. ഈ സംഭവം ഗ്രാമവാസികൾ അറിഞ്ഞു. അർജുന്റെ അച്ഛനും അമ്മയും കാട്ടിൽ അവനെ തെരഞ്ഞെത്തി. അർജുനെ കണ്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല മോനെ. ഞങ്ങളുടെ ദുഃഖം നിന്നെ വേദനിപ്പിച്ചു, ക്ഷമിക്കൂ, അമ്മ പറഞ്ഞു. കുഞ്ഞുവിന്റെ കഥ കേട്ടപ്പോൾ അവർക്ക് അവനോട് സ്നേഹം തോന്നി. അച്ഛൻ കുഞ്ഞുവിന്റെ തല തലോടി. നീ ഞങ്ങളുടെ മോനെ രക്ഷിച്ചു. നിനക്കിവിടെ എപ്പോഴും ഒരു സ്ഥാനമുണ്ട്. ഗ്രാമവാസികൾ കുഞ്ഞുവിനെ പിടിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചു. അർജുൻ ഒരു ദിവസം കുഞ്ഞുവിന്റെ കഴുത്തിലെ തുണിക്കഷ്ണം അഴിച്ചപ്പോൾ അതിൽ രാജു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. അവൻ മനസ്സിലാക്കി കുഞ്ഞുവിനും ഒരു കഥ ഉണ്ട്. ഒരുപക്ഷേ അവനും ആരെയോ നഷ്ടപ്പെട്ടവനാണ്. കുഞ്ഞു അർജുന്റെ വീട്ടിൽ ഒരു അംഗമായി. അർജുൻ തന്റെ ധൈര്യം കണ്ടെത്തി സ്കൂളിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കി. ചില ദിവസങ്ങളിൽ അവൻ കുഞ്ഞുവിനോടൊപ്പം മാവിന്റെ തണലിലിരുന്നു. അനുജന്റെ കളിപ്പാട്ടം കയ്യിൽ പിടിച്ച്, നിന്നെ അവനും ഇഷ്ടപ്പെട്ടേനെ കുഞ്ഞു എന്ന് പറഞ്ഞു. കുഞ്ഞു വാലാട്ടി അവന്റെ അരികിൽ ചേർന്ന് കിടന്നു. അവരുടെ ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിച്ചു.